ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ നീച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വേറെ എവിടേക്കല്ല ഞാൻ പോവാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഉപ്പച്ചനെ വിളിക്കാൻ പോവുകയാണ് ഗായ്സ്. ഞാനും താക്കും കൂടിയാണ് വിളിക്കാൻ പോയത്. നാട്ടിലുള്ള ഒരു കാക്കാൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. 6 മണിക്ക് വരാനാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ മാറ്റിലൊക്കെ കഴിഞ്ഞ്, എൻ്റെ അല്ല താക്കുൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞ് വരാൻ ഒരു 10 മിനിറ്റ്സ് ലേറ്റായി. അങ്ങനെ എന്തായാലും ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര അവിടെ സ്റ്റാർട്ട് ചെയ്തു. മറ്റാൾ പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ കാണൽ തുടങ്ങി. ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ക്ലിപ്സ് വേണ്ടേ, അതിനുള്ള വീഡിയോ ഒക്കെ എടുത്താണ്ടിരിക്കണം. രാവിലത്തെ അന്തരീക്ഷം നോക്കി വെക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നതാണ്. പിന്നെ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് 2 വീഡിയോ ക്ലിപ്സ് ആ താക്കുനോട് എടുത്തരാനും പറഞ്ഞു. എങ്ങനെയുണ്ട്? പിന്നെ ഞങ്ങൾ അവിടെ എത്താൻ നേരത്തെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പമ്പിന്ന് എണ്ണൊക്കെ അടിച്ച് ഞങ്ങൾ ഇന്ന് വീണ്ടും പോയി. പിന്നെ ഏകദേശം അവിടെ എത്താനേ ഈ ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങണ കാണാൻ പറ്റുന്ന വ്യൂ ഉള്ള സ്ഥലമൊക്കെ അല്ലേ, അതൊക്കെ കണ്ടു. കഴിഞ്ഞ 2 വരവിലും എപ്പച്ചി സർപ്രൈസാണ് ഞങ്ങൾക്ക് തന്നത്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കാൻ വരുമെന്ന്. അങ്ങനെ ഇന്നലെയാണ് എന്നോട് പറഞ്ഞത് നാളെ ഞാൻ വരുന്നുണ്ട് ഈ പോരേന്ന്. പിന്നെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയാണ് ഞങ്ങൾ കുറച്ചാണ്ട് നടന്നു. പിന്നെ താക്കുന് വാഷ്റൂമിൽ പോകാണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ വാഷ്റൂമിൽ പോകണവരെ ഞാൻ ഇവിടെയൊക്കെ നിന്ന് ഏത് ക്ലിപ്സ് ഒക്കെ എടുത്തു. അങ്ങനെ തിരിച്ച് വീണ്ടും ഞങ്ങൾ നടന്നു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പച്ചി വിളിച്ചിരുന്നു ഞാൻ അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ ഭയങ്കര രസമല്ലേ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി നിൽക്കുകയാണ്. ബിക്കോസ് ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണ് എൻ്റെ ഉപ്പ വന്നത്. സോ അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു ഉപ്പ അവിടുന്ന് ഞങ്ങളെ കണ്ടുവന്നു, പക്ഷെ എൻ്റെ ഉപ്പച്ചി ഞങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഉപ്പച്ചി കുറച്ച് തെരഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ കണ്ടത്. അത്രയും ആൾക്കാരെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കണ്ടേ. പിന്നെ ഉപ്പച്ചി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇറങ്ങുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ താക്കുൻ്റെ കയ്യിൽ ഫോണും കൊടുത്താണ് ഞാൻ അങ്ങോട്ട് പോയി. ബിക്കോസ് എൻ്റെ ഉപ്പച്ചിനെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഉമ്മച്ചിക്ക് വിളിച്ച് പറഞ്ഞു കേട്ടോ ഉപ്പച്ചി വന്ന് എത്തിയിട്ടുണ്ടെന്നൊക്കെ. ഞാൻ മെല്ലിക്കണമെന്നൊക്കെയാണ് ഈ പറയണത്. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു പഴം കഴിച്ച് പോകുന്നതല്ലേ, അല്ല ആരും അങ്ങനെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. കൊളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊറോട്ട, ഇടിയപ്പം, പിന്നെ ചിക്കനും ബീഫും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഫുഡൊക്കെ അടിച്ച് അവിടുന്ന് നേരെ ഇറങ്ങി. വരുമ്പോൾ ഉമ്മാക്ക് പാഴ്സലും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ഈ മിഠായി കഴിച്ചു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് നേരെ അകത്ത് കയറി. പിന്നെ ഉമ്മാക്ക് കൊടുന്ന സാധനം ഉമ്മ കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഉമ്മച്ചിയുടെ ഫോൺ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പച്ചി പുതിയ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിൻ്റെ കൂടെ ഫോൺ കേസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.